എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. പഠിച്ച സ്കൂളിൽ തന്നെ ഇങ്ങനെ വരാൻ, ആനുവൽ ഡേക്കൊക്കെ ഗസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്കിന്നുണ്ടായി. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സെറിമണിയുടെ സമയം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ടിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഇവിടെ കുറച്ച് എൻ്റെ പ്രൈസസ് അനൗൺസ് ചെയ്തു. ലൈക്ക് കുറേ പ്രൈസസ് ഉണ്ടായിരുന്നു. എനിക്കും അത് ഫുൾ എല്ലാം രജിസ്റ്റർ ആയിട്ടില്ല. ബട്ട് അവർ അത്രയും എഫേർട്ട് ഇട്ടിട്ട് ഒരു പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പുറകിൽ അവരിട്ട എഫേർട്ട്, ടീച്ചേഴ്സ് ഇട്ട എഫേർട്ട്, അവരുടെ പേരൻസ് ഇട്ട എഫേർട്ട്, അതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കയ്യടി നമുക്ക് ആദ്യം കൊടുക്കാം. പിന്നെ ഈ സ്കൂള് ഇങ്ങനെ വരുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, JLN സ്റ്റേഡിയം. അപ്പം ഇവിടെ കാണുമ്പോഴും ഭാസ്കര്യം കാണുമ്പോഴൊക്കെ ഞാൻ പഠിച്ച ആ സമയത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാനിവിടെ ഹോസ്റ്റലിലാണ് നിന്ന് പഠിച്ചത്. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച സമയത്ത് ചില ദിവസങ്ങളൊക്കെ രാവിലെ അസംബ്ലിക്ക് ബെല്ലടിക്കുമ്പം ഞാനൊരു തോർത്തുമുണ്ട് കൊടുത്ത് ബക്കറ്റൊക്കെ ആയിട്ട് ചിലപ്പോൾ കുളിക്കാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തിരിച്ച് ലേറ്റായിട്ട് വരും. പിന്നെ അവിടെ പ്രശ്നമായി, പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഓർക്കുമായിരുന്നു. പക്ഷെ അന്ന് നമുക്കതൊക്കെ ഒരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫണ്ണാണ്. നമുക്കത് തമാശ രൂപേണ ഓർക്കാവുള്ളൂ. കാരണം നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും ഡെഫിനറ്റ്ലി സ്റ്റുഡൻസ് എല്ലാവരും നന്നായി പഠിക്കണം. എല്ലാവരും നന്നായി പഠിക്കണം എന്ന് പറയുമ്പോൾ അവരവരെ കൊണ്ട് പറ്റുന്നത് പോലെ പഠിച്ചാൽ മതി. കൂടുതൽ സ്ട്രെസ്സൊന്നും എടുത്ത് പറ്റാത്ത രീതിയിൽ പഠിക്കണമെന്നൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും. ചിലവർക്ക് പാടാനായിരിക്കും, ചിലർക്ക് പഠിക്കാനായിരിക്കും, ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും, ചിലർക്ക് വേറെ ചില മേഖലകളായിരിക്കും കഴിവ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. നമുക്ക് അത്യാവശ്യത്തിനുള്ള ഒരു എന്താ പറയുക, എഡ്യൂക്കേഷനൊക്കെ നേടുക. ഞാനിപ്പം MSc സൈക്കോളജി കഴിഞ്ഞു. അപ്പം എന്നാലും ആൾക്കാർ പറയുന്നത്, ഞാൻ ഇപ്പം മ്യൂസീഷ്യനാന്ന് പറയുമ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ MSc സൈക്കോളജി കഴിഞ്ഞു. ഓക്കെ. അത് പറയുമ്പോൾ അവർക്കൊരു ആശ്വാസമുണ്ട്. അപ്പം അവരുടെ ആശ്വാസത്തിന് വേണ്ടി നമ്മൾ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവുള്ളൂ. എനിക്ക് പാട്ട് ഇപ്പം ആരും എന്നോടൊന്നും പറയാതെ തന്നെ ഞാൻ വീട്ടിലിരുന്ന് പാടുമായിരുന്നു. തന്നെ പാട്ട് ക്ലാസ്സുകളിലൊക്കെ പോകുമായിരുന്നു. കാരണം ഞാൻ അതിലേക്ക് ഫോക്കസ്ഡ് ആയിരുന്നു, അതിലേക്ക് ഓറിയൻറ്റഡ് ആയിരുന്നു. എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഞാൻ ഇതുവരെയെങ്കിലും എത്തിയത്. അപ്പം എല്ലാവരും ഇന്ന് ആനുവൽ ഡേ ആണ്. അപ്പോൾ എല്ലാവരും കുറച്ച് ടെൻഷൻസിലൊക്കെ ആയിരിക്കും. ഈ ലൈക്ക് പെർഫോം ചെയ്യുന്നവരൊക്കെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അത് തെറ്റാനുള്ളതാണെങ്കിൽ തെറ്റും, ശരിയാവാനുള്ള ശരിയാവും. അപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ പെർഫോം ചെയ്യാം. അപ്പം ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും, പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ. ഒന്ന് കൈയടിച്ചു വേണമെങ്കിൽ. ഓക്കെ. അപ്പോൾ എന്നോട് ഇവിടുത്തെ എന്നെ പഠിപ്പിച്ച മിസ്സാണ് മഞ്ജുഷ മിസ്സിൻ്റെ കുറേ ചോക്ക് കൊണ്ടുള്ള എയറൊക്കെ ഞാൻ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ മിസ്സ് പറഞ്ഞു ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാടാൻ ഉദ്ദേശിച്ചിരുന്ന പാട്ട് ഒരു കരോക്കെ കൊണ്ടുവന്നിട്ട് ഭയങ്കര ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ട് പാടി ഞാൻ പോയി. അത് നന്നായെങ്കിൽ നന്നായി, അല്ലെങ്കിൽ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല, അങ്ങനെ പോകും. പക്ഷെ ഞാൻ പിന്നീട് ആലോചിച്ചപ്പം നമ്മുടെ ഇനി ഈ ലോകത്ത് ഇത്രയും സോൾഫുൾ ആയിട്ടും അക്ഷരസ്ഫുടതയോടെ ഒക്കെ കൂടി അത്രയും ഭാവം ഉൾക്കൊണ്ട് പാടാൻ പറ്റുന്ന ഒരു ഗായകൻ ഇനി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. P. ജയചന്ദ്രൻ സർ. അപ്പോൾ സാറിൻ്റെ ഒരു പാട്ട് തന്നെ പാടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കരോക്കെ ഇല്ല, നിങ്ങളെല്ലാവരും കൂടെ പാടണം, കൈ അടിക്കണം. അതാണ് എൻ്റെ എന്താ പറയുക ഓർക്കസ്ട്ര. എൻ്റെ മൈനസ് ട്രാക്ക് എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കൂടെ പാടിയാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പാടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് എൻ്റെ എന്നും വന്നില്ല എന്നുള്ള പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ പാടുമോ? ഓക്കെ, ഇവിടെ നിൽക്കാൻ പോകും. നിങ്ങളെല്ലാവരും കൂടെ പാടുമോ? ഈ മോൻ മാത്രമേ പാടൂ എന്ന് പറഞ്ഞോളൂ. എല്ലാവരും പാടണേ. ഓക്കെ. അപ്പൊ കൈ കൊട്ടിക്കോ. ആദ്യം ഞാൻ കാണിച്ചു തരാം എങ്ങനെ കൈ കൊട്ടണ്ടെന്ന്. ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം നുകരാം ഞാൻ, മാസ്മര മധുരം നുകരാം ഞാൻ.
എന്റെ എന്നും വന്നീല, നിന്നോടൊന്നും ചൊല്ലീല, അനുരാഗം നീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. മണിവള തിളങ്ങണ കയ്യാലേ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്, മണിവള തിളങ്ങണ കയ്യാലേ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്, മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം ഒരു ശൊലി മുഴക്കണതാരാണ്, മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം ഒരു ശൊലി മുഴക്കണതാര. ഓ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാതെ, ഓ കളിയാടി പാടാൻ നേരമാ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, 1 2 3 4. മണിവള തിളങ്ങണ കയ്യാലേ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്. അതോ ശരി, ഒന്നുകൂടെ പാടേ, വൺസ് മോർ, ഒന്നുകൂടെ 1 2 3 4. മണിവള തിളങ്ങണ കയ്യാലേ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്. അത് ശരി, അപ്പൊ പാടില്ലെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്ന കാര്യം ഞാൻ ബാക്കി പാടാം. മണിവള തിളങ്ങണ കയ്യാലേ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്, മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊരി മുഴക്കണതാരാണ്, മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊരി മുഴക്കണതാരാണോ. വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാതെ, ഓ കളിയാടി പാടാൻ നേരമാ, കളിയാടി പാടാൻ നേരമാ. താങ്ക് യു. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ പി ജയചന്ദ്രൻ സാറിനെ ഓർക്കാണ്. അദ്ദേഹം നമ്മളോട് ഫിസിക്കലി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ പാട്ട് എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. സോ താങ്ക് യു സോ മച്ച്.